പണ്ട് എന്താ ചെമ്പരത്തിയില, അതുപോലെ തന്നെ എന്താ കടലമാവ്, കടലമാവല്ലേ അമ്മ? സോറി, ചെറുപയർ പൊടി. കടലമാവല്ല അല്ലേ എൻ്റെ ഉമ്മി? കടലമാവല്ല, ചെറുപയർ പൊടിയും പിന്നെ എന്താ പറയുക ചെമ്പരത്തിയിലയും ഒക്കെ ഇട്ട് ആണ് എൻ്റെ മുടി കഴുകിക്കാൻ സമ്മതിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഞങ്ങൾ ഷാമ്പൂ ഒന്നും ഇടാറില്ല. പിന്നെ ഞാൻ എന്താ ഹെയറിൽ യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ പിയേഴ്സ് സോപ്പില്ലേ, പിയേഴ്സാണ് യൂസ് ചെയ്യാറ്. അന്ന് തൊട്ട് ഇന്ന് വരെ ആ ചെമ്പരത്തിയിലയുടെയൊക്കെ ഇറ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലേസിയൊക്കെ ആയി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഷാംപൂസ് അധികം യൂസ് ചെയ്യാറില്ല. ആകെ നമ്മുടെ പിയേഴ്സ് സോപ്പാണ് യൂസ് ചെയ്യാറ്. പിന്നെ വേറെ കസിൻസിൻ്റെയൊക്കെ വീട്ടിലോ തറവാട്ടിലൊക്കെ പോകുമ്പോൾ ആ 1-2 ദിവസം അവിടെ നിൽക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക അവരുടെ സോപ്പ് യൂസ് ചെയ്യും എന്നല്ലാതെ മെയിൻലി ഞാൻ പിയേഴ്സ് സോപ്പിട്ടാണ് കുളിക്കാറ്. പിയേഴ്സാണ് അടിപൊളി. പിയേഴ്സ് ഇട്ട് കുളിച്ചാൽ മുടി അത്ര അങ്ങോട്ട് പോകണോ അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു ഹെയർ ഫോളിനൊന്നും പ്രശ്നമില്ല. ഞങ്ങൾ വർഷങ്ങളായിട്ട് പിയേഴ്സ് ഇട്ടാണ് കുളിക്കണേ. പിന്നെ പിയേഴ്സിൻ്റെ പല കളർ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ബ്ലൂ ആണ് ഞാൻ കണ്ടത്. എനിക്കത് വാങ്ങണമെന്ന് ഭയങ്കര പൂതി ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മയുടെ അടുത്ത് ഫോൺ വിളിച്ച് ചോദിച്ചുമ്പോൾ പിയേഴ്സിൻ്റെ ബ്ലൂ ഉണ്ട്, ഞാൻ വാങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു നീ വാങ്ങിയിട്ട് ഇങ്ങോട്ട് കയറണ്ട, അവിടെ പുറത്ത് നിന്നാൽ മതി ഇത് പറഞ്ഞു. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പിയേഴ്സിൻ്റെ നാച്ചുറൽ കളറുള്ള ഒരു ഓറഞ്ച് കളറോ ആ ഒരു കളർ ഉണ്ടല്ലോ, ആ കളർ തന്നെ വാങ്ങി തിരിച്ചു പോകുന്നതിന് സമാധാനമായി. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഹെയർ കെയർ റുട്ടീൻ. ഹെയർ കെയർ എന്ന് പറയാനൊന്നുമില്ല. നന്നായിട്ട് എണ്ണ അങ്ങോട്ട് തേച്ചിട്ട് ഒരു ഹാഫ് ആൻ അവറൊക്കെ ഞാൻ ഇരിക്കും കേട്ടോ. ഒരു ഹാഫ് ആൻ അവറൊക്കെ ഇരുന്നിട്ട് തലമുടി കഴുകുക. എനിക്ക് രാവിലെ തലനച്ച് കുളിക്കണമെന്നൊക്കെ ഉണ്ട്. എൻ്റെ റിയലി ഐ എം വെരി ജലസ് ഓഫ് പീപ്പിൾ ഹു ടേക്ക് ബാത്ത്സ് ലൈക്ക് ഇൻ ദ മോർണിംഗ് ഇറ്റ് സെൽഫ്. എനിക്കത് പറ്റാറില്ല. കാര്യം ഞാൻ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ആ ദിവസത്തെ എൻ്റെ വേറൊരു പരിപാടി ഞാൻ നടക്കൂല. അതുകൊണ്ട് വൈകിട്ടാക്കാനാണ് ഞാൻ മാക്സിമം ചെയ്യാറ്. കുളി വൈകിട്ടാക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. എൻ്റെ മുടിയിൽ ഓൾറെഡി ഡാൻഡ്രഫ് ഒന്നും ഇല്ല. ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവരുടെ സ്റ്റോറി വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം മൈൻ. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി സഹായം ചോദിക്കുന്നതൊക്കെ ആയിരിക്കും നല്ലത്. നമ്മളുടേതായ വിദ്യകളൊക്കെ പരീക്ഷിക്കാതെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ ഹെയർ വെട്ടിയിട്ട് കുറച്ച് 2-3 കൊല്ലമായി. അതാണ് ഇത്ര ഹെയർ വളർന്നിരിക്കുന്നത്. മൈ ഹെയർ കെയർ റുട്ടീൻ ഈസ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഓക്കെ, എല്ലാം സെറ്റായി. ബൈ. Hope you guys enjoyed.